പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം. ദൈവസന്നിധിയിൽ അനേക മണിക്കൂറുകൾ ഞാൻ ഇരുന്നു. സ്തോത്രത്തിനുള്ളൊരവസരമാണ് എന്ന് ചിന്തിച്ചു. എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ നോക്കിയപ്പോൾ അതികഠിനമായ ഒരു ജീവിത സാഹചര്യം. ഇപ്പോൾ കോവിഡ് അങ്ങോട്ട് മാറുന്നു എന്ന് ചിന്തിച്ചപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ വലിയ ഒരു മുഴക്കം. അതുകൊണ്ട് ലോകം എങ്ങോട്ട് പോകുന്നുവെന്ന് അറിഞ്ഞുകൂടാ. ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാവരും ഫേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ജീവിക്കണം? പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ നാം എങ്ങനെ ജീവിക്കണം? ഈ ലേഖനത്തിൻ്റെ ഈ വേദഭാഗത്തിന് ഒരു പ്രസക്തിയോടുണ്ട്. പുറത്തുള്ള പ്രയാസങ്ങൾ മാത്രമല്ല, വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിൽ പരിഹാസികളും ദൈവവചനത്തെ കോട്ടുന്നവരും അധർമ്മികളും. അപ്പോൾ നമ്മൾ ആ ഭേദഭാവമൊക്കെ നോക്കാൻ പോവുകയാണ്. പുറത്തുള്ള വലിയ സമ്മർദ്ദം 1 പത്രോസ് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കഷ്ടതയെക്കുറിച്ചാണ് പത്രോസിൻ്റെ ലേഖനം. അഗ്നിശോധന, നാനാപരീക്ഷകൾ, അതുപോലെയുള്ള ശോധനകൾ കൂടെ പോകുന്ന ഒരു സമൂഹം. അവർക്ക് തന്നെ ഒരു സന്ദേശം ആവശ്യമാണ്. നമുക്കൊക്കെ ഈ കാലഘട്ടങ്ങളിൽ പ്രയാസമുണ്ടെങ്കിലും അന്ന് ചിതറിപ്പാർത്തിരുന്ന വിശുദ്ധന്മാർ കടന്നുപോയ പ്രയാസം അവർണ്ണനീയമാണ്, അവർണ്ണനീയം. അതിൻ്റെ നടുവിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓരോ സമയത്ത് ആവശ്യമുള്ള വേദഭാഗം വായിക്കുന്നത് കൊണ്ട് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പ്രിയമുള്ളവരെ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. 1-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും. അപ്പോൾ ഈ 18 വാക്യത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം വിളിക്കുകയാണ് ബിലവഡ്. എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വിശ്വാസികൾ, സഭാ ശുശ്രൂഷകരുടെ ഹൃദയം ഇതുപോലെയാകണം. വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ് ബിലവഡ്, എൻ്റെ പ്രിയരെ. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണമുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവരാണ് നിങ്ങൾ. നല്ല കാഴ്ചപ്പാടായില്ലേ? അവർക്ക് ലഭിച്ച ഉന്നതമായ വിശ്വാസവും അപ്പോസ്തലന്മാർക്ക്, വിശ്വാസികൾക്ക് ലഭിച്ചത് 2-ാം കിടയെന്നല്ല, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. 2-ാമത് പറഞ്ഞിട്ടുണ്ട് 3-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ദിവ്യശക്തി, ദൈവത്തിൻ്റെ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിലയേറിയ വാഗ്ദത്തങ്ങൾ ലഭിച്ച എൻ്റെ പ്രിയരെ, ബിലവഡ് പീപ്പിൾ, ദൈവത്തിൻ്റെ മക്കൾ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷേ കേട്ട് കാണും, പ്രയാസങ്ങൾ കൂടെ പോകുന്ന ഈ സമൂഹം വെല്ലുവിളികളുടെ നടുവിൽ ഹൃദയത്തിൽ ക്ഷീണിക്കുന്നു, മടുക്കുന്നു. ഒരുപക്ഷേ ചിലരൊക്കെ വിട്ടുമാറാൻ അല്ലെങ്കിൽ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് താൻ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അവരെ ഉറപ്പിക്കുവാൻ എഴുതിയത്. അതാണ് ആ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആ പ്രധാനപ്പെട്ട ചിന്ത പറയുന്നുണ്ട്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി 17-ാം വാക്യം, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ബി സ്റ്റേബിൾ. അപ്പോൾ ഇന്നത്തെ വിശ്വാസികൾക്ക്, നമുക്ക് ജീവിത സാഹചര്യങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. നാളെ എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. രാഷ്ട്രീയമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി, ധാർമ്മികമായി, എങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടാ പോകുന്നു. അതിനേക്കാൾ ഉപരിയായി ഇതിനകത്ത് 3 കൂട്ടരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പരിഹാസികൾ എഴുന്നേറ്റ് വരും.
ആ പരിഹാസികൾ എഴുന്നേറ്റ് വരുമ്പോൾ അതിൻ്റെ നടുവിൽ നിൽക്കാൻ. ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന ധാരാളം സന്ദേശങ്ങൾ. അത് കൂടിയതിൻ്റെ കാരണം ഈ മറഞ്ഞിരുന്നുകൊണ്ട് പറയാൻ കഴിയുന്നത് കൊണ്ട്, പരസ്യമായി ഒരു ഓഡിയൻസിൽ പറയാൻ അല്പം കൂടെ പ്രയാസമാണ്. ഒരു സാധ്യത വന്നതുകൊണ്ട് പരിഹസിക്കുക, പുച്ഛിക്കുക, വിശ്വാസത്തെ പരിഹസിക്കുക. 17-ാമത്തെ വാക്യത്തിൽ അധർമ്മികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, ജഡത്തിൻ്റെ ഇച്ഛത അനുസരിച്ച് ജീവിക്കുന്ന അധർമ്മികൾ, അധാർമികർ. 16-ാമത്തെ വാക്യത്തിൽ അറിവില്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്ഥിരന്മാർ, അവർ ദൈവവചനത്തെ കോട്ടിക്കളയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ഥിരത വിട്ടു പോകരുത്. ഒരു സഭാ ശുശ്രൂഷകൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, ദൈവമേ, എൻ്റെ വിശ്വാസികൾ, എൻ്റെ പ്രിയരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചു. ഞാൻ ചിന്തിക്കുന്നു, വിദ്യാസമ്പന്നനല്ലെങ്കിൽ എന്താ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു ഭക്തനെ നിറയ്ക്കുമ്പോൾ തളർന്നു പോകുന്ന വിശ്വാസിയെ ഉറപ്പിക്കുവാൻ അവൻ്റെ തൂലികയ്ക്ക് ബലം കൊടുക്കുന്നവനാണ് ദൈവം. എത്ര ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹൗ ടു ബി എ സ്റ്റേബിൾ ക്രിസ്ത്യൻ. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇടറിപ്പോകാതെ, വിശ്വാസം തണുത്തു പോകാതെ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കാൻ ഇബ്രായബാലന്മാരതാണല്ലോ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, പ്രയാസങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിൽ പ്രതികരിക്കും. ചിലർ അതിനകത്ത് തളരും, ചിലരതിൽ വളരും. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം പ്രയാസങ്ങൾ നാളെ മാറുമെന്ന് അവരോട് പറയാനല്ല, അതിൻ്റെ പ്രത്യാശയുടെ ദൂതുണ്ട് എങ്കിൽ തന്നെ ഇതിൻ്റെ നടുവിൽ നിങ്ങൾ വളരണം. അസ്ഥിരന്മാരുള്ളിടത്ത് നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അധാർമികരുള്ളിടത്ത് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ബി ഹോളി. എത്ര ശക്തിയോടെയുള്ള ദൂതാണ് അദ്ദേഹം കൊടുക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനന്യരും പരമാർത്ഥികളും. വക്രതയും കോട്ടമുള്ളവരുടെ തലമുറയിൽ അനന്യര്, പരമാർത്ഥികൾ, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ. അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന 4 പ്രത്യേക പ്രബോധനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 4 ഇൻസ്ട്രക്ഷൻസ് ഹൗ ടു ബി എ സ്റ്റേബിൾ ക്രിസ്ത്യൻ. ശക്തിയുള്ളൊരു വിശ്വാസിയായി ജീവിപ്പാൻ, ഒഴുക്കിനകത്ത് പെട്ട് ഒഴുകിപ്പോകാതിരിപ്പാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ അപ്പോസ്തലനായ പത്രോസ് കൊടുക്കുന്ന 4 ഉപദേശങ്ങൾ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വളരണം. 18-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. എനിക്ക് തോന്നുന്നു ഈ ആൻറ്റിഡോട്ട്, ഇപ്പോൾ ഈ നാളുകൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ, ദ ബെസ്റ്റ് ആൻറ്റിഡോട്ട് അഗൻസ്റ്റ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള സകല പ്രോബ്ലത്തിനുള്ള ആൻറ്റിഡോട്ട് എന്നാണെന്നറിയാവോ? ഗ്രോ, വളരണം. അനേകരും തളർന്നു പോകുന്നത് വിശ്വാസ ജീവിതത്തിൽ അവർ വളരാത്തത് കൊണ്ടാണ്. വളർന്നാൽ നിൽക്കും, വളരുന്നില്ലെങ്കിൽ തളരും. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ വളരണം. 2 മേഖലയിലാണ്, കൃപയിലും 2 യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. കൃപ ലഭിച്ചവരാണ് വിശ്വാസികളെല്ലാം തന്നെ. കൃപ ലഭിക്കാത്തവരാരാ? എന്നാൽ കൃപയുടെ അനുഭവത്തിൽ വളരണം. ഒരിക്കൽ രക്ഷിച്ച കൃപ മാത്രമല്ല, ഒരിക്കൽ രൂപാന്തരപ്പെടുത്തിയ കൃപ മാത്രമല്ല. അപ്പോസ്തലൻ അങ്ങനെയൊക്കെ പറയുമല്ലോ അല്ലേ? എന്നെ രക്ഷിച്ച ദൈവകൃപ, എന്നെ ഞാനാക്കിയ ദൈവകൃപ, ഉയർത്തിയ ദൈവകൃപ, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ അതിൽ വളരണം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, കൃപമേൽ കൃപ. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് വറ്റിപ്പോകുന്ന ഒരു സ്ഥലമല്ല കൃപയുടെ ഉറവിടം.
വേദപുസ്തകത്തിനകത്തൊരു ഭാഷയുണ്ട്, കൃപയുടെ അത്യന്ത ധനം. അപ്പസ്തലന് അത്രേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കൃപയുടെ അത്യന്ത ധനം. അപ്പോൾ ഈ കൃപ നമുക്ക് തരാൻ കർത്താവ് ഒരുക്കം. അതിൽ വളരണം, ക്ഷീണിച്ചു പോകാതിരിക്കാൻ, എല്ലാ ദിവസവും പ്രാപിക്കണം. ഒരു വഴിയേ ഉള്ളൂ, വിനയമുള്ളവർക്ക്, താഴ്മയുള്ളവർക്ക് അവൻ കൃപ പകരുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന നിബന്ധന വളരെ വളരെ ലഘുവല്ലേ, ലഘുവായ കാര്യമാണ്. ജസ്റ്റ് ബി ഹംബിൾ, ഗോഡ്സ് ഗ്രേസ് ഫ്ലോസ്. വിനയമുള്ള സ്ഥലത്തേക്ക് ദൈവകൃപ ഒഴുകി വരുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ ധാരാളമായി കൊടുക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ വിശ്വാസികൾ വിനയപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ധാരാളം കൃപ തരുന്നൊരു കർത്താവ് നമുക്കുണ്ട്. കൃപയിൽ വളരണം. കൃപ ഏത് സ്ഥലത്തും നിർത്തിക്കൊള്ളും. എത്ര ബലഹീനത വന്നാലും ആ ബലഹീനതയ്ക്കകത്ത് ദൈവത്തിൻ്റെ കൃപയുടെ പാക്കേജ് ഉണ്ടെങ്കിൽ ഏത് സംഘർഷത്തിൻ്റെ നടുവിലും നമ്മെ നിലനിർത്താൻ കഴിയുന്ന ദൈവശക്തി ആ കൃപയ്ക്കകത്തുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസിൻ്റെ ആ വാചകം ഞാൻ ഓർക്കും. അദ്ദേഹം പറഞ്ഞു, ദൈവം 1 രൂപ കഷ്ടത കൊടുക്കുമ്പോൾ 2 രൂപ കൃപയ്ക്കകത്ത് പൊതിഞ്ഞു കൊടുക്കുന്നു. When God gives 1 rupee pain, He wraps it up in 2 rupee grace. അദ്ദേഹം 2 ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലാണ്. ധാരാളം കൃപ തരുന്നവനായ കൃപയിൽ വളരണം. 2 പറഞ്ഞു, ജ്ഞാനത്തിലല്ല, പരിജ്ഞാനത്തിൽ. ഏതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം. അത് കർത്താവിനെ അറിയുക എന്നുള്ളതല്ല, വേദപുസ്തകവാക്യം അറിയുക എന്നുള്ളതല്ല. ഈ വേദഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, കൃപയിലും പരിജ്ഞാനത്തിലും വളരണമെന്നാണ് പറഞ്ഞത്. ആദ്യമേ കൃപ പറഞ്ഞിട്ടുണ്ട്. ഈ കൃപ അനുഭവിച്ചേച്ചേ ഈ പരിജ്ഞാനത്തിൽ വളരാവൂ. കൃപ അനുഭവിക്കാത്ത അനേകരെ ഈ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരായി ഈ അസ്ഥിരന്മാരും വചനത്തെ കൂട്ടിക്കളയുന്നവരും. ദേ ഹാവൻറ്റ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. യു നീഡ് ടു എക്സ്പീരിയൻസ് ദ ഗ്രേസ് ഫസ്റ്റ്. ദൈവകൃപ ധാരാളം അനുഭവിക്കണം. അതിനുശേഷം കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അത് ഒരു ഹെഡ് നോളജ് അല്ല, അത് കർത്താവിനെ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് നോയിങ് ക്രൈസ്റ്റ്. കർത്താവിനെ അടുത്ത് അറിഞ്ഞൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം. ആ ബന്ധം വളരുന്ന ബന്ധമായിരിക്കണം. രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോഴുള്ളൊരു ബന്ധമല്ല, നാളുകൾ കഴിയുമ്പോൾ ആ ബന്ധം വളരണം. കുടുംബജീവിതം നയിക്കുന്നവർക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കണ്ടുമുട്ടിയ സമയത്ത് അറിഞ്ഞതിനേക്കാൾ എത്രയോ അറിവുകൊണ്ടിപ്പോയില്ലയോ? വിവാഹം കഴിച്ച നാടിനേക്കാളൊക്കെ എത്ര ആഴത്തിലറിയാം. കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ അറിഞ്ഞതുപോലെയല്ല. ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അതിന് ഒരു വഴിയേ ഉള്ളൂ, ആഗ്രഹിക്കണം. ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ ഉള്ളിൽ വന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന പോരായ്മ, ഈ ആഗ്രഹം നഷ്ടപ്പെട്ടു. വാഞ്ച. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കണം, എന്താ ആഗ്രഹം? എനിക്ക് അവനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കറിയണം. ഐ വോണ്ട് ടു നോ ഹിം. ആ തേസ്റ്റ് എന്ന് പറയുന്നത് ആഴത്തിലുള്ള തേസ്റ്റായിരിക്കണം. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ അനുഗ്രഹിച്ചല്ലാതെ, ലഭിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കർത്താവേ, എനിക്ക് അറിയണം. ആ ആഗ്രഹം ഉള്ളിടത്തേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ തരുന്നൊരു ദൈവമുണ്ട്. പക്ഷേ ആഗ്രഹം എന്താണ്? നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാനുള്ളൊരു സമയമല്ലേ? പിന്നെ അറിയാനുള്ള മാർഗമാണ് കർത്താവിനോട് കൂടെ സമയം ചിലവഴിക്കുന്നത്. ഡിവോഷണൽ ലൈഫ് എന്ന് പറയില്ലേ, ധ്യാന ജീവിതം. ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്.
ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ ക്രിസ്ത്യൻ ഡിവോഷൻ, ദൈവത്തോടുള്ള ആ ഡിവോഷൻ ഉണ്ടല്ലോ, അടുത്തിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് കേൾക്കുകയും അങ്ങോട്ട് സംസാരിക്കുകയും ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യുന്നു. ടോക്കിംഗ് ദാറ്റ് വേ ആൻഡ് ലിസണിങ് ദിസ് വേ. ഇത് അനുഭവിക്കണം, ഇത് ദിവസം തോറും അനുഭവിക്കണം, എങ്കിലേ വളരത്തുള്ളൂ. ഇൻക്രീസിങ് ഇൻ അവർ ഡിവോഷണൽ ലൈഫ് ആൻഡ് പ്രെയർ. എന്തുകൊണ്ടാണ് ഇത് ആവശ്യമെന്ന് ഞാൻ പറയട്ടെ. ഈ വളർച്ച നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാനായിട്ടുള്ളൊരു 1-2 ടെസ്റ്റ് പറയാൻ പോവാ. ആത്മീക കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം എങ്ങനെയുണ്ട്? ഈ നാളുകളിൽ ഈ ചിലർ ടെസ്റ്റൊക്കെ അയക്കും, 1 മുതൽ 5 വരെയുള്ള ലെവലിൽ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയും, ആത്മീക താല്പര്യം എങ്ങനെ ഇരിക്കുന്നു? ഹൗ ഈസ് യുവർ സ്പിരിച്വൽ ആപ്പിറ്റൈറ്റ്? ഓണസ്റ്റായിട്ട് പുസ്തകത്തെ പോലും എഴുതണ്ട, അകത്തൊന്ന് എഴുതി വെച്ചാൽ മതി. ആത്മീക ആവേശം, ആഗ്രഹം എങ്ങനെ ഇരിക്കുന്നു? രണ്ടാമത് പറയുന്നത് നോക്കിയേ, ലൗകിക കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യം എങ്ങനെ ഇരിക്കുന്നു? ഇതിലേതാ മുന്നിൽ? വളരണമെങ്കിൽ ഓർഡർ തിരിച്ചു വരണം. ദൈവത്തെക്കുറിച്ചറിയാനുള്ള ആഗ്രഹം ഈ ലോക ജീവിതത്തിലുള്ള കാര്യങ്ങളേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരണം. വളർച്ച ആവശ്യമുള്ളതിന് മൂന്നാമത്തെ ഒരു തെളിവൂടെ പറയാം. ജീവിതത്തിൽ വരുന്ന പാപത്തെറ്റുകളെക്കുറിച്ച് എന്തുമാത്രം നമുക്ക് ഹൃദയത്തിൽ വേദനയുണ്ട്, അരിഷ്ടതയുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഈ കള്ളം പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് അനക്കമുണ്ടോ? അരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ അകം പൊള്ളുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം വളരേണ്ട ആവശ്യമുണ്ട്. വി നീഡ് ടു ഗ്രോ. നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച്, കർത്താവേ വേണ്ടും പോലെ ആയില്ലല്ലോ. വളരണമെങ്കിൽ ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോസ്തലനായ പൗലോസിനെ പോലെയും യാക്കോബിനെ പോലെയും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം. ആത്മീകമായി വളരണം. വളർന്നാൽ പ്രയോജനമുണ്ട്. നമ്മളെ ആത്മീകമായി ശക്തിപ്പെടുമ്പോഴാണല്ലോ ജയം. സ്പിരിച്വലി ഹെൽത്തി മീൻസ് സ്പിരിച്വൽ വിക്ടറി. സ്പിരിച്വൽ ഹെൽത്ത് മീൻസ് സ്പിരിച്വൽ വിക്ടറി. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വളരണം. കാപട്യമില്ലാതിരിക്കണമെങ്കിൽ ആത്മീകമായി വളരണം. ആത്മീക ശൈശവമാണ് കാപട്യത്തിലേക്ക്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്കാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രവണത. പിന്നെ നമ്മളിലൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആസ് യു ഗ്രോ, ഹിപ്പോക്രസി വിൽ ഗോ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ സ്ഥിരതയുള്ളവരായി നല്ല ശക്തരായ ആത്മീകരായി വളരണമെന്നുണ്ടെങ്കിൽ കൃപയിലും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. 2, അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിക്കുകയാണ്, ബി പീപ്പിൾ ഓഫ് ഹോപ്പ്. പ്രത്യാശയുള്ളവരായി ജീവിക്കണം. വളരെ ആവശ്യമാണ്. ഇരുണ്ട അന്തരീക്ഷത്തിൽ ഒരു പ്രത്യാശയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? പ്രത്യാശ വാങ്ങിപ്പോയാൽ അരിഷ്ടരായി പോകത്തില്ലേ? ഏലിയാവ് പോലും, മതി കർത്താവേ, ഇനി എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കണ്ട, എനിക്കിവിടെ അവസാനിക്കണം, മതി എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാവോ? ഹോപ്പ് ഈസ് ലോസ്റ്റ്. എന്നാൽ വിശ്വാസിക്ക് പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഈ ലേഖനത്തിൽ പ്രത്യാശയെക്കുറിച്ച് പറയാൻ കാരണമുണ്ട്. അക്കാലത്തും ഇക്കാലത്തും ദൈവമക്കളെ ട്രബിൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദുഷ്ടത പ്രബലപ്പെടുന്നു, ദോഷം വർദ്ധിക്കുന്നു, അനീതി ചെയ്യുന്നവൻ വർദ്ധിച്ചു വരികയും അവൻ ഒരു വിധത്തിൽ ഐശ്വര്യത്തോടെ വരികയും ചെയ്യുന്നു.
അനീതി ഭരിക്കുന്നു. അപ്പോൾ മനസ്സിൽ കൂടെ ഒരു ചിന്ത, എത്രത്തോളം പഴയ നിയമഭക്തന്മാരെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, യഹോവേ ഹൗ ലോങ് ലോർഡ്, എത്രത്തോളം. ഇന്നും അനേകർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വേദനയുടെ നടുവിൽ എത്രത്തോളം കർത്താവേ, ദുഃഖത്തിൻ്റെ നടുവിൽ എത്രത്തോളം കർത്താവേ, ദോഷം പെരുകുമ്പോൾ എത്രത്തോളം. അങ്ങനെയുള്ളവർക്ക് പ്രത്യാശയുടെ ഒരു ദൂത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. സംഭവിപ്പാനുള്ള ആ ദിവസം, 7-ാം വാക്യം, കർത്താവിൻ്റെ ദിവസം, ദെർ ഇസ് എ ഡേ ഓഫ് ദ ലോർഡ്. ആ ജനത്തിനൊരു പ്രത്യാശ കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുതുന്ന ഈ പ്രിയപ്പെട്ടവരെന്ന് എഴുതുന്ന സമൂഹം വലിയ വേദനയിൽ കൂടെ, പീഡനങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ, സഭയ്ക്കുള്ളിൽ വിശ്വാസത്യാഗത്തിൻ്റെ നടുവിൽ കൂടെ പോകുമ്പോൾ എത്രത്തോളം ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ് ഒരു ദിവസം ഉണ്ടെന്ന്. ദെർ ഇസ് എ ഡേ. ആ ദിവസത്തെ കർത്താവ് വർണ്ണിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം ഇടപെടുന്ന ആ ദിവസം സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. സ്വന്തം ഈ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തിന് കാത്തുവരിക്കുന്നു. ആ ദിവസം, ന്യായം വിധിക്കുന്ന ദിവസം, when God brings justice, ദൈവം നീതി നടത്തുന്ന ഒരു ദിവസമുണ്ടെന്ന്. അത് കർത്താവിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിച്ചു വരുമ്പോൾ ദൈവം അതിനകത്ത് ഒരു സമയമാകുമ്പോൾ ഇടപെടും. നോഹയുടെ ചരിത്രം ഒന്ന് വായിച്ച്, നോഹയുടെ കാലത്തെ ഒന്ന് നോക്കിക്കേ. മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി, നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന് കണ്ടു. ദൈവം കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. എൻ്റെ വിചാരം നോഹയുടെ കാലത്ത് അനേകർ പ്രാർത്ഥിച്ച് കാണും എത്രത്തോളം എന്ന്. എന്നാൽ ദൈവത്തിനൊരു ദിവസം ഉണ്ടായിരുന്നു. ഗോഡ് ഇൻ്റർവീൻ, പ്രളയം അയച്ചു. സോദോമും ഗോമോറായും അവിടെ പാർത്തിരുന്ന നീതിമാനായ ലോത്ത് ഹൃദയത്തിൽ എന്തുമാത്രം വലഞ്ഞെന്നറിയാമോ? ഗ്രീവ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. ദൈവത്തിന് ഇടപെടാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു. ദൈവം ഇടപെട്ടു. അത്യുന്നതനോളം ഉയരുവാൻ ആഗ്രഹിച്ച് ഗോപുരം പണിതത് ഉൽപ്പത്തി പുസ്തകം 11 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടു നിൽക്കുന്നവരൊക്കെ ചിന്തിച്ച് കാണും എത്രത്തോളം ഇത്. കാരണം ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു മനോഭാവം. ദൈവം ഇറങ്ങി വന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ദോഷം വർദ്ധിക്കുന്നത് കണ്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യൻ്റെ ദുഷ്ടതയെക്കുറിച്ച് ദൈവം ഇൻഡിഫറൻ്റ് അല്ല. ഗോഡ് ഈസ് അവെയർ. ദൈവത്തിന് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഇന്ന് നടക്കുന്ന എല്ലാ അനീതിയും, സകല അനീതിയും കാണുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ ഫറവോൻ്റെ പീഡനത്തിൻ്റെ നടുവിൽ കൂടെ പോകുന്ന ദൈവജനത്തെക്കുറിച്ച് മോശയോട് ദൈവം പറഞ്ഞു, അവനെ കുന്നിൻ്റെ ചരിവിലിരിക്കുമ്പോൾ പറയും, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഐ നോ, വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വരുന്നു. ദർ ഇസ് എ ഡേ. ഗോഡ് ഈസ് വെരി മച്ച് അവെയർ. 2, ദൈവത്തിന് അറിയാമെന്ന് മാത്രമല്ല, ദൈവം പ്രവർത്തിക്കും. പ്രവർത്തിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. എൻ്റെ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ രക്തസാക്ഷികളായ ആത്മാക്കൾ, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ വെടിഞ്ഞ ആളുകൾ നിലവിളിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് എത്രത്തോളം ന്യായം വിധിയും പ്രതികാരവും നടത്താതിരിക്കും? ഹൗ ലോങ് ലോർഡ്? അതിന് മറുപടിയാണ് നമ്മുടെ മനസ്സിൽ കൂടെ ഒക്കെ പോകുന്ന ചിന്തയാണ്, എന്നു വരെയാ കർത്താവ്? എന്നാ ഇതിനൊരു പ്രതിവിധി? ഇതിനൊക്കെ ഒരു അന്തം എവിടെയാണ്? കർത്താവ് പറഞ്ഞു, എനിക്കൊരു ദിവസമുണ്ട്, എനിക്കൊരു ദിവസമുണ്ട്. ഞാൻ ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. കർത്താവിൻ്റെ ദിവസം അത് ഭയങ്കരമായ ദിവസമാണ്.
യെശയ്യാ പ്രവചനം 13-ാമത്തെ അധ്യായം 6-9 വാക്യം, യോവേൽ പ്രവചനം 2-ാം അധ്യായം, ആമോസിൻ്റെ പുസ്തകം, മലാഖിയുടെ പുസ്തകം, ഇതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൂള പോലെ കത്തുന്നൊരു ദിവസം നമുക്കെല്ലാം പരിചിതമായ വാക്ക്. അതുകൊണ്ട് ഈ ജനത്തോട് ഈ പത്രോസ് അപ്പോസ്തലന് പറയാനുള്ളൊരു കാര്യം, നമുക്ക് പ്രത്യാശ തരുന്നു. എത്ര അനീതി വർദ്ധിച്ചാലും അതിന് അന്തം കുറിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം പ്രവർത്തിക്കും. ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ. ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും തട്ടിച്ചു നോക്കുന്നത് നല്ലതാണ്. എത്രമാത്രം വ്യഥ അനുഭവിക്കേണ്ടി വന്നാലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നൊരു ദിവസമുണ്ട്. മറന്നുപോയി എന്ന് ചിന്തിക്കേണ്ട. അഗണ്യമാക്കുന്നത് കൊണ്ടല്ല, അവൻ അറിയാത്തത് കൊണ്ടുമല്ല, പ്രവർത്തിപ്പാനുള്ളൊരു ദിവസം അവൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു ദിവസമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നീതിയെ പ്രഭാതം പോലെ ആക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. എന്നാൽ ഇതിനകത്ത് എന്താ നമുക്കുള്ള പ്രത്യാശ? അഭക്തിയുടെ നടുവിൽ ദൈവം ന്യായവിധി നടത്തും. അവരെ ദൈവം ന്യായം വിധിക്കും. ഇങ്ങനെയാണ് മലാഖി 4:1 സകല അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു. അത് നമുക്കൊരു കംഫർട്ടാണ്. കർത്താവ് അനീതിയുടെ മേൽ, ദുഷ്ടതയുടെ മേൽ നീ ന്യായം നടത്തും. എന്നാൽ അതിൻ്റെ മറുവശം കൂടെയുണ്ട്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ദാറ്റ്സ് ദി അതർ സൈഡ്. അതുകൊണ്ട് ദൈവത്തിനൊരു ദിവസമുണ്ട്. ദൈവം ന്യായം വിധിക്കുക മാത്രമല്ല, എൻ്റെ കാര്യം തീർപ്പ് കൽപ്പിക്കുന്നൊരു ദിവസമുണ്ട്. അതാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. 11-ാമത്തെ വാക്യം നോക്കി, 2 പത്രോസ് 3 ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് അത് നടക്കാൻ പോവുകയാണ്. ദൈവം ന്യായം വിധിക്കും. 13-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ നാം സകലവും ചുട്ടഴിയാൻ പോവുകയാണ്, സകലവും വെന്തുരുകാൻ പോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലൊരു കംഫർട്ട് തരുന്നു. കാരണം ദുഷ്ടതയ്ക്കൊക്കെ അന്തം കുറിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബട്ട് വാട്ട് ഈസ് ദി അതർ സൈഡ്? എന്നാൽ നാം, 13-ാം വാക്യം, അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. വി ഹാവ് എ വണ്ടർഫുൾ ഹോപ്പ്. അനീതിയുടെ മേൽ ദൈവം ന്യായവിധി നടത്തുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരു നല്ല ദിവസം വെച്ചിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നീതി വസിക്കുന്ന വാക്ക് കേട്ടോ, നീതി വസിക്കുന്ന വേർ റൈച്ചസ്നെസ് റെയിൻ. എന്തായാലും നമ്മുടെ ഭാരം അനീതി ഇല്ലയോ? ഇവിടെ പറയുന്നു ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നു, നീതി വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മരണത്തിൽ പ്രത്യാശ തരുന്ന എല്ലാ മേഖലയിലും പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് പ്രത്യാശയില്ലേ? സങ്കടങ്ങളുടെ നടുവിൽ പ്രത്യാശ തരുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായ സൈമൺ സാറ് പാടിയ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ മരണതാഴ്വരയിലോ നമുക്ക് അക്കരെക്കുറിച്ച്, അതിനപ്പുറത്ത് ഒരു ജീവിതത്തെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. രൂപാന്തരപ്പെടുന്ന ഒരു പ്രത്യാശയുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാലും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടാലും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നീതി വാഴുന്നൊരു സ്ഥലമുണ്ട്. പ്ലേസ് ഓഫ് റൈച്ചസ്നെസ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, അവിടെ വാഴുമ്പോൾ അവിടെ വാഴുന്ന നമുക്ക് അതിനനുസരിച്ച് യോഗ്യമായ ഒരു ശരീരമാണ്. ഈ ശരീരവുമായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ശരീരം ഈ മണ്ണിന് ഇരയായി തീരുമ്പോൾ നാം വിതയ്ക്കുന്നത് പ്രാകൃത ശരീരം. 1 കൊരിന്ത്യർ 15:44 ഉയർത്തെഴുന്നേൽക്കുന്നതോ ആത്മീക ശരീരം. അപ്പോൾ അവിടെ ജീവിക്കുമ്പോൾ, നീതിയുള്ള വാനം ഭൂമി ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ ജീവിക്കാനായി എനിക്ക്
ആത്മീക ശരീരം തന്ന്, അതായത് ഒരു ദുഷ്പ്രവണതയും എൻ്റെ ഉള്ളിലില്ലാത്ത, നന്മ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന, ദൈവേഷ്ടം മാത്രം ചെയ്യുന്ന എനിക്കൊരു ആത്മീക ശരീരവും തന്ന് ദൈവം എനിക്കൊരു നല്ല ഭാവി ഒരുക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ക്ഷീണിച്ച് പോകാതിരിക്കണം. ഒന്ന്, യു മസ്റ്റ് ഗ്രോ, വളരണം. രണ്ട്, നിങ്ങൾ ക്ഷീണിച്ച് പോകണ്ട. ലോകത്തിൻ്റെ ഈ അന്ധകാരമൊക്കെ കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ഇതിൻ്റെ മേലൊക്കെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവിൻ്റെ നാളുണ്ട്. ആ ദിവസം നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. മൂന്നാമത്, ദൈവത്തിൻ്റെ ജനം, ദേ മസ്റ്റ് ബി വെയിറ്റിംഗ് പീപ്പിൾ, കാത്തിരിക്കുന്നവരായിരിക്കും. എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കുന്നത്? കാത്തിരിക്കുന്നവർ. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്? ഒരു ശുഭഭാവിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വരട്ടെ. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് നമ്മുടെ ചിന്തയിൽ എവിടോ ഉണ്ടെന്നുള്ളതല്ല. അങ്ങനെ ഉള്ളവരാണ് വിശ്വാസികളെല്ലാം തന്നെ. എന്നാൽ നമ്മുടെ ചിന്തയുടെ മുൻനിരയിൽ അതുണ്ടാകണം. നമ്മൾ കേട്ടിട്ടുള്ളൊരു വാചകമാണ് ബാക്ക് ഓഫ് അവർ മൈൻഡ്. ചിലരെ കാണുമ്പോൾ പറയും, നിൻ്റെ കാര്യം ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക് ഓഫ്, എൻ്റെ പുറകിൽ, എൻ്റെ മനസ്സിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ ഓർക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ചിന്തയുണ്ട്, ദ ലോർഡ് വിൽ കം. അത് വല്ലപ്പോഴുമൊക്കെ ഒന്ന് പൊങ്ങി വരും. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ് അങ്ങനല്ല ജീവിക്കണ്ടേ. ആ ചിന്ത നിന്നെ ഭരിക്കണം. ദാറ്റ് തോട്ട് മസ്റ്റ് കൺട്രോൾ യു. അത് ഭരിച്ചാൽ ജീവിതം എത്ര വ്യത്യാസമാവുമെന്നറിയാമോ? വേദപുസ്തകത്തിൽ നിന്ന് ഒരാളെ ഞാനൊന്ന് ഉദാഹരണം കാണിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്കൊരാഗ്രഹമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു. ഇതൊരു ഭക്തനായില്ലയോ? അനുഗ്രഹിക്കപ്പെട്ട ജീവിത ശുശ്രൂഷ ചെയ്യുമ്പോൾ വെരി ഫ്രൂട്ട്ഫുൾ ലൈഫ്, എത്ര ഫലകരമായി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നതിൻ്റെ നടുവിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉള്ളത്തിനകത്തൊരാഗ്രഹമുണ്ട്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു. ദാറ്റ് ഈസ് ദ തോട്ട് കൺട്രോളിങ് ഹിസ് ലൈഫ്. ഒന്നാമത്തെ നൂറ്റാണ്ടിലെ വിശ്വാസ സമൂഹം, തെസ്സലോനിക്ക സഭ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവരുടെ മാതൃകാ സഭയാണെന്ന വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നമൊക്കെ പറയുകയാണ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നവർ. കണ്ടോ? വെയിറ്റിംഗ് ഫോർ ദ റിട്ടേൺ ഓഫ് ദ ലോർഡ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ. നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നവർ. വരുവാനുള്ള ഒരു ദൈവ തേജസ് ഉണ്ട്. ഞാനതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കൊച്ചനെ ഒരുപാട് നാൾ ആഗ്രഹിച്ചു അവരുടെ കുടുംബമായിട്ടൊരു വെക്കേഷന് പോകാൻ. ഏറ്റവും ആഗ്രഹമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, വളരെ മനോഹരമായൊരു സ്ഥലം. അപ്പോൾ ആലയത്തിൽ പള്ളിയിലുള്ള ഒരാൾ ചോദിച്ചു, മോനെ എന്നാ പോകുന്നത്? ഞാൻ അതിൻ്റെ സംഭവം എഴുതിയ ആൾ പറഞ്ഞ ഡേയ്സൊക്കെ മറന്നുപോയി. എന്നാ പോകുന്നത്? പറഞ്ഞു, ഇത്ര ദിവസം ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റിനകം ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അല്ല, ഇത്ര ദിവസത്തിന് ശേഷം ഇത്ര മണിക്കൂറിനകം ഇത്ര മിനിറ്റുകൾ കഴിയുമ്പോൾ ഞങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ജീവിതത്തെ ഭരിച്ചിരുന്നു. നമ്മുടെ വേദപുസ്തക അനുസൃതമായി ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ഉടനെ മറുപടി, ആമേൻ കർത്താവായ യേശുവേ, വേഗമൊന്നുമില്ല, വരണമേ. ഈവൻ സോ ലോർഡ് ജീസസ് കം, വേഗം വരണമേ. ആ ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഉദാഹരണം കൂടി ചേർത്ത് പറയുന്നതല്ല. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്.
നാവികന്മാരെല്ലാം ഒരുപാട് നാൾ പഴയ കാലമല്ലേ, കപ്പലിൽ യാത്ര ചെയ്ത് മടങ്ങി വരികയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഭാര്യമാരെ സാധാരണഗതിയിൽ പോർട്ടിൽ വന്നിങ്ങനെ കാത്തു നിൽക്കും. കാരണം അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഡെക്കയിൽ ഇരുന്നുകൊണ്ട് നിൽക്കുന്ന കൈ കാണിക്കുന്നവരെ പ്രിയപ്പെട്ടവനെ കാണാനായിട്ടുള്ള വാഞ്ചയോടെ കാത്തിരിക്കുക. അപ്പോൾ ഒരു കപ്പൽ വന്ന് അടുത്തു. കപ്പൽ വന്ന് അടുത്ത ഉടനെ അതിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ നോക്കുന്നു, തൻ്റെ ഭാര്യ മേരിയെ നോക്കുന്നത്. ബാക്കി എല്ലാവരുടെയും ഭാര്യമാരെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കിയ ഉടനെ തൻ്റെ ഭാര്യ അവിടെ ഇല്ല, മേരി അവിടെ ഇല്ല. വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിപ്പിനകത്ത് വ്യത്യാസമുണ്ട്. അതേഴ്സ് വെർ ഓൾസോ വെയിറ്റിംഗ്, ഈഗർലി വെയിറ്റിംഗ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വിശ്വാസ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കണം. അത് ഭരിച്ചെങ്കിൽ മാത്രമേ, ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, നന്നായിട്ട് തീരുമാനിക്കണമെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മെ ഭരിച്ചാൽ നമ്മുടെ തീരുമാനം വ്യത്യസ്തമായിരിക്കും. മോശയുടെ മുമ്പിൽ ഒരു തീരുമാനം വന്നപ്പോഴേ രാജസ്ഥാനം എല്ലാം നോക്കിയെങ്കിലും ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോയി, തനിക്കുള്ള പ്രതിഫലം ഉണ്ടല്ലോ അവൻ്റെ വരവിൽ, അത് വെച്ച് തട്ടിച്ച് നോക്കിയപ്പോൾ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വേണ്ടാന്നങ്ങ് വെച്ചു. വൈ? തന്നെ ഭരിക്കുന്ന ചിന്ത. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, വേദനകൾ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ വേദന അനുഭവിച്ചൊരു മനുഷ്യനുണ്ടോ? അദ്ദേഹം പറയുകയാണ്, നമ്മിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ. ഉടനെ അദ്ദേഹം കഷ്ടങ്ങളുടെ നടുവിലാണ്, വേദനയുടെ നടുവിലാണ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെയിൻ അദ്ദേഹം പറയുകയാണ്, നമ്മിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ് ആ ദിവസം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ഏറെ ആവശ്യം. എന്നാൽ എന്താ നമ്മെ ഈ കാത്തിരിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? ഇവിടെ പറയട്ടെ. 1, പരിഹാസികൾ. അന്ന് മാത്രമല്ല, ഇന്നുമുണ്ട്. അവൻ്റെ വരവിൻ്റെ വാഗ്ദത്തം എവിടെ? 1-2 വാക്യം 3-ാം അധ്യായത്തിൻ്റെ. വേർ ഇസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? ചോദിക്കുന്ന ആളുകളുണ്ടില്ലയോ? അവൻ്റെ വരുന്നു എന്ന് അപ്പസ്തോലന്മാർ തുടങ്ങി ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്നിപ്പോൾ ഇവിടെയും പറയുന്നു. എത്ര നാളുണ്ട് ഈ പറയുന്നു? വെൻ ഈസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? എന്നാ സംഭവിക്കുന്നത്? പരിഹാസികൾ എഴുന്നേൽക്കും. അതിനുള്ള മറുപടി എന്താണെന്ന് അപ്പസ്തലനായ പത്രോസ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്നിരിക്കുന്ന കൽപ്പനയും ഓർത്തോണം. സംശയിപ്പിക്കുന്ന ഈ ചോദ്യം പുറത്തുള്ളവർ മാത്രമല്ല. ഇപ്പം ഞാൻ ഓണസ്റ്റി പറയട്ടെ, നമ്മുടെ മനസ്സിനകത്തുനിന്ന് ഈ ചോദ്യം വന്നിട്ടില്ലേ? വരുന്നു എന്ന് പറഞ്ഞു, എന്നാ വരുന്നത്? മറുപടി എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം. വിശുദ്ധ പ്രവാചകന്മാർ സംസാരിച്ച ആ പ്രവചനങ്ങൾ. തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, അവൻ വീണ്ടും വരും. അവൻ ഒന്നാമത് വരും എന്ന് പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് വചനം പഠിച്ചിട്ടുള്ളവർ പറയുന്ന ഏകദേശം 3 ഇരട്ടി പ്രാവശ്യം അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള പരിഹാസികൾ വരുമ്പോൾ എവിടെയാണ് നമ്മൾ ഉറയ്ക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും നിറവേറും. കർത്താവ് പറഞ്ഞിട്ടുള്ളതിന് ഒരു വ്യത്യാസവും വരികയില്ല. 2, അപ്പോസ്തലനായ പത്രോസ് അവരെ ഉറപ്പിക്കുന്ന ചരിത്രത്തിൽ നിന്നാണ്. സമൂഹത്തിലുള്ളവർ പറയുകയാണ്,
ആദ്യകാലത്ത് ഇരുന്നത് പോലെ തന്നെ ഇപ്പോഴും എല്ലാം ഇരിക്കുന്നു, ഇല്ലേ? ദർ ഇസ് നോ ചേഞ്ച്. അന്നുണ്ടായിരുന്നത് പോലെ ഇന്നുമായിരിക്കുന്നു. നിങ്ങൾ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് വായിക്കാനായിട്ട് കഴിയും, മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു, ഇന്നലെ ഇരുന്നത് പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ദർ ഇസ് നോ ചേഞ്ച്. പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അപ്പസ്തലൻ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ ചിലത് മറന്നുപോയത് കൊണ്ടാണ്. പാഴ് ശൂന്യമായ സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ആ ഭൂമിയും സകലവും ഉണ്ടായത്, അഖിലാണ്ടവും ഉണ്ടായത്. 2, മനുഷ്യൻ്റെ ദുഷ്ടത പ്രബലപ്പെട്ടപ്പോൾ, അവിടെ താഴോട്ടുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നോഹയുടെ കാലത്ത് ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം ഇരുന്നത് പോലെയല്ല ഇപ്പോഴിരിക്കുന്നത്, ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓർക്കാൻ ഒരു പ്രയാസമില്ല. ആദ്യം ഇരുന്നത് പോലെ എല്ലാം ഇരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് 2 വർഷം മുമ്പ് ഒരു ചെറിയ വൈറസ് വന്നു. തിങ്സ് ഗോട്ട് ചേഞ്ച്ഡ്. എല്ലാം മാറിയില്ലയോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കണം. ചരിത്രത്തിൽ പ്രവർത്തിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഇന്ന് നിശ്ചയമായും പ്രവർത്തിക്കും. ഫ്രം ഹിസ്റ്ററി. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം കാത്തിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത് നോക്കുക. ദൈവം നിശ്ചയമായും തൻ്റെ സമയത്ത് പ്രവർത്തിക്കും. തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഷാശൈലിയുണ്ട്. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കാലത്തിൻ്റെ തികവിങ്കൽ അവൻ വരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സമയത്ത്, കാലത്തിൻ്റെ തികവിൽ, അത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ ഞാൻ പറയട്ടെ. കർത്താവിൻ്റെ 1-ാമത്തെ വരവ് ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, തക്ക സമയത്താണ്. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നോക്കിയിട്ടുണ്ടോ? പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്ന സമയത്ത്, ആ സമയത്താണ് കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത്. കാരണം എന്നാണെന്നറിയാമോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവം തൻ്റെ പ്രവർത്തനമൊക്കെ തക്ക സമയത്ത്, തൻ്റെ സമയത്ത് നല്ലതുപോലെ ചെയ്യുന്നവനാണ്. അങ്ങനെയെങ്കിൽ വെൻ വിൽ ഹി കം അഗെയിൻ? ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം. നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ അവൻ നിശ്ചയമായും വരും. എന്നാൽ ഈ കാത്തിരിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ബന്ധപ്പെടുത്തുന്നവരാണ്. എന്തുകൊണ്ടാണ് ആ സമയത്തിന് താമസം? തിരുവചനം നോക്കിക്കാട്ടെ. ഇപ്രകാരം നാം വായിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. 9-ാം വാക്യം. വൈ ഈസ് ദ ഡിലേ? എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? ചിലരൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. കർത്താവിന് ചിലരൊക്കെ ദൈവരാജ്യത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ദീർഘക്ഷമ ദൈവത്തിൻ്റെ പേഷ്യൻസാണ്. അപ്പോൾ ഈ കൂട്ടർ കാത്തിരിക്കുന്നവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരോടാണ്. കാത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ഹിതം എന്നാ? ചിലരൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യുന്നു? അവർ ബന്ധപ്പെടുന്നു. അപ്പോൾ കാത്തിരിക്കുന്ന ദൈവമക്കളെ എങ്ങനെ അറിയാം? കർത്താവിൻ്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുന്നവരാണ്. അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ, കർത്താവുമായി ബന്ധിപ്പിക്കുവാൻ ബന്ധപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ വളരുന്ന വിശ്വാസികൾ. 2, പ്രത്യാശയുള്ള വിശ്വാസികൾ. 3, പ്രത്യാശയുള്ള സമയത്ത് തന്നെ അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുന്നവരാണ്. ദേ ആർ വെയിറ്റിംഗ് പീപ്പിൾ. പ്രത്യാശയുള്ളവർ, കാത്തിരിക്കുന്നവർ, ബന്ധപ്പെടുന്നവർ. 4-ാമത്, കർത്താവിന് വേണ്ടി, വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ. ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കും. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തിരുവചനം എപ്പോഴും ഓർക്കണേ, കർത്താവ് വരുന്നു എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം ഊന്നൽ കൊടുത്തിരിക്കുന്നത് സമയത്തെക്കുറിച്ച് പഠിക്കാനല്ല. അതിനകത്ത് ഈറ്റ് നോവിൻ്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സമയത്തെ ക്ലിപ്തപ്പെടുത്താനുള്ള ഒരു പദ്ധതിയും ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നിടത്തെല്ലാം ഊന്നൽ നൽകുന്നത് ബി റെഡി,
ഒരുക്കമുള്ളവരായിരിക്കണം. നോക്കിക്കാട്ടെ ആ വാക്യം, 14-ാം വാക്യം. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ, യു ആർ വെയിറ്റിംഗ് പീപ്പിൾ, ഇല്ലേ? നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടുകൂടെ കാണുവാൻ. ഞാൻ 2 വാക്ക് വിട്ടു വായിക്കട്ടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവൻ നിങ്ങളെ കാണുവാൻ ഒരുങ്ങിയിരിക്കണം. അവൻ നിങ്ങളെ കാണുവാൻ ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണ് നാം നമ്മെ തന്നെ കർത്താവ് നമ്മെ കണ്ടെത്തുന്നൊരു സമയമുണ്ട്. 2 രീതിയിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഒന്നുകിൽ മരണത്തിൽ കൂടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ. വി ഷാൽ മീറ്റ് ഹിം. നാം അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. ആ ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ആകമാനം വ്യത്യാസപ്പെടും. വെൻ ഹി മീറ്റ്സ് യു, ഒന്നുകിൽ മരണത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ. ബി പ്രിപ്പയർഡ്. എങ്ങനെ നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കണം? ഒരുക്കപ്പെട്ടവരായി ജീവിക്കണം. എന്തിനു വേണ്ടി ഉത്സാഹിക്കണം? നോക്കിക്കാട്ടെ, ബി ഡിലിജൻ്റ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാചകം. ഇങ്ങനെ നാം വായിക്കുന്നു 14-ാം വാക്യം, കറയും കളങ്കവും ഇല്ലാത്തവരായി. കറയും കളങ്കവും ഇല്ലാത്തവരായി. ഈ പ്രയോഗം എവിടെ ഉപയോഗിച്ചേക്കുന്നതെന്നറിയാമോ? യാഗവസ്തുവിനെ വർണ്ണിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. കറയും കളങ്കവും ഇല്ലാത്തവർ. വേറൊരു കാര്യത്തോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് കർത്താവിനോട് ചേർത്താണ്. കളങ്കമില്ലാത്തവൻ, കറയില്ലാത്തവൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബി ക്രൈസ്റ്റ് ലൈക്ക്. എങ്ങനെ ഒരുങ്ങണം? കറയും കളങ്കവും ഇല്ലാത്തവരായി കാണപ്പെടണം. 12-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ഇപ്രകാരം നാം വായിക്കുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും. കണ്ടോ? എത്ര വിശുദ്ധ ജീവനും വിശുദ്ധിയുള്ളവരായി കാണപ്പെടണം. ഹോളിനെസ്. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഈ ലോകത്തിൽ ഇന്ന് നാം ജീവിക്കുമ്പോൾ ഒരുക്കത്തോടെ ജീവിക്കണം. കാരണം നാം ജീവിക്കുന്നത് ചരിത്രത്തിൻ്റെ ഏകദേശം അവസാന കാലഘട്ടങ്ങളിലാണ്. കാലം അങ്ങനെ പോകും. ഏത് നിമിഷവും നാം കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ഒന്നുകിൽ കർത്താവ് വരും, അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൽ കൂടെ നാം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കറയും കളങ്കവും ഇല്ലാത്തവരായി. 2, വിശുദ്ധിയിൽ വേർപെട്ടവരായും. ദൈവജനത്തെ ഏറെ പഠിപ്പിക്കേണ്ടതായൊരു വിഷയമാണ് വിശുദ്ധ ജീവിതം. കാരണം 1, ഗോഡ് ഡിമാൻഡ്സ് ഇറ്റ്. ദൈവം ആവശ്യപ്പെടുന്നു. ഓപ്ഷനലല്ല, ഐച്ഛികമല്ല, എടുക്കാവുന്നതും കളയാവുന്നതുമായ ഒരു കാര്യമല്ല. ദൈവം നമ്മിൽ നിന്ന്, ഓരോ വിശ്വാസിയിൽ നിന്നും, എന്നിൽ നിന്നും, നിങ്ങളിൽ നിന്നും, ചെറിയവരിൽ നിന്നും വലിയവരിൽ നിന്നും, പ്രായം കുറഞ്ഞവരിൽ നിന്നും പ്രായമുള്ളവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബി ഹോളി. 1 പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവേ. ഹൗ ടു ലിവ് ഇൻ ഡ്യൂറിങ് ദിസ് ഡേ. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ആ അളവിൽ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. നമ്മുടെ ഹൃദയത്തിനകത്തെ വലിയ ആഗ്രഹമായിരിക്കണം. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ജീവിക്കാനുള്ള ത്രാണി തരാൻ ദൈവത്തിന് കഴിവുണ്ട്. അങ്ങനെയാണല്ലോ നാം മനസ്സിലാക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇഫ് ഗോഡ് ഹസ് ഗിവൺ യു ദാറ്റ്, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ തരും.
ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. ആർ വി റെഡി ടു മീറ്റ് ഹിം? കറയും കളങ്കവുമില്ലാത്തവരായി വിശുദ്ധരായി കാണപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ പ്രതീക്ഷ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ദൈവസഭയെക്കുറിച്ച് ലോകത്തിൻ്റെ പ്രതീക്ഷ എന്നാണെന്നറിയാമോ? വെടിപ്പുള്ളവരായിരിക്കണമെന്നാണ്. അതിൽ നിന്ന് മാറുമ്പോഴാണ് അവർ വിമർശിക്കുന്നത്. God demands it. World expects it. 3, ചർച്ച് മസ്റ്റ് പൊസസ് ഇറ്റ്. ദൈവസഭ അത് പൊസസ് ചെയ്യണം. തൻ്റെ മണവാട്ടി നിഷ്കളങ്കയായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് പറയുമ്പോൾ പാപത്തിൻ്റെ ചില പട്ടികൾ, അധാർമികതയെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ പേർ പറക പോലും അരുത്. പേർ പറക പോലും അരുത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കാനായി കാതുകളെ ഒരുക്കിയിരിക്കുന്ന, ഹൃദയങ്ങളെ ഒരുക്കിയിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധരായി, വെടിപ്പുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തിനകത്ത് ഒരു സെൻറ്റൻസ് എൻ്റെ മുമ്പിലോട്ട് വന്നു. അത് പ്രസംഗകരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എത്ര ശക്തിയോടെ പ്രസംഗിച്ചാലും, എത്ര നാളുകൾ പ്രസംഗിച്ചാലും ജീവിതത്തിൽ വെടിപ്പില്ല എങ്കിൽ ആത്മാക്കൾ ദൈവഭാഗത്തേക്ക് വരത്തില്ല. ഫലകരമായൊരു ജീവിതം നമുക്ക് കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ലിവ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്, വേറൊരു വഴിയില്ല. വെടിപ്പുള്ളവരാകണം. സംസാരത്തിൽ, ഇടപാടിൽ, കൊടുക്കൽ വാങ്ങലിൽ, ബന്ധങ്ങളിൽ, രഹസ്യമേഖലകളിൽ. ബി ഹോളി. നമ്മുടെ കർത്താവ് വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ജീവിതം വെടിപ്പുള്ളതാകണം. ശുദ്ധീകരിക്കാൻ വേണ്ടിയതെല്ലാം തന്നിട്ടുണ്ട്. കുറവുകളെ ക്ഷമിക്കുന്ന ഒരു കർത്താവ്, കഴുകുന്ന ഒരു പുണ്യാഹ രക്തമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായും ജീവിപ്പാൻ സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പഴയ നിയമത്തിലെ ജോസഫ് 21-ാം നൂറ്റാണ്ടിൽ ഈ ദേശങ്ങളിൽ എഴുന്നേൽക്കാനിടയാകട്ടെ. അശുദ്ധിയുടെ നടുവിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ, സമ്മർദ്ദങ്ങളുടെ നടുവിൽ ബാബേലിലെ ബാലന്മാരെ പോലെ വേർപെട്ട് ജീവിക്കുന്ന ഭക്തന്മാരുടെ കൂട്ടം. ദൈവം നമ്മിൽ നിന്ന് ഇതാഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ നീ എനിക്ക് കൃപ തരണം എന്ന് പ്രാർത്ഥിക്കും. 3, 1 കറയും കളങ്കവും ഇല്ലാതിരിക്കണം. 2 വിശുദ്ധിയുള്ളവരായിരിക്കണം, വിശുദ്ധ ജീവനുള്ളവരായിരിക്കണം. 3, 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ, എത്ര വിശുദ്ധ ജീവനും ഭക്തിയും. ഗോഡ്ലി. എന്താ അതിൻ്റെ അർത്ഥം? ഗോഡ് സെൻറ്റേർഡ് ലിവിങ്. ദൈവത്തിൽ കേന്ദ്രീകരിച്ച ജീവിതം, ദൈവകേന്ദ്രീകൃതമായി ജീവിക്കുന്ന ജീവിതം, മുഴുവൻ തമ്പുരാനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിതം, ദൈവത്തെ മാനിക്കുന്ന ഒരു ജീവിതം, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം, ദൈവജനത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ജീവിതം. ദൈവഭക്തിയുടെ 3 മേഖല ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞതാണ്. 1, ഓണറിങ് ഗോഡ്, ദൈവത്തെ മാനിക്കുന്ന ജീവിതം. 2, ദൈവവചനത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുന്ന ജീവിതം.
ഭക്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. 3, ദൈവജനത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന ജീവിതം. കർത്താവ് വരുമ്പോൾ വിശുദ്ധിയുള്ളവരായിരിക്കുക എന്ന് മാത്രമല്ല, ഭക്തിയുള്ളവരായി, ഗോഡ്ലി പീപ്പിൾ. ദൈവത്തിൻ്റെ നാമം ഒരുപാട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ സാധാരണ പറയും ആളിന് ഭക്തിയുണ്ടെന്ന്. ദൈവം അളക്കുന്നത് അങ്ങനല്ല. ദൈവത്തിന് മുഖ്യസ്ഥാനവും ദൈവത്തിന് മുൻഗണന മാത്രമല്ല, ദൈവത്തെ ചുറ്റിപ്പറ്റിയുമാണ് നമ്മുടെ ജീവിതം. എല്ലാ തീരുമാനങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഇൻ കണക്ഷൻ വിത്ത് ഗോഡ്, വിത്ത് റെസ്പെക്റ്റ് ടു ഗോഡ്. ഗോഡ്ലി ജീവിതമാണ്, ദൈവവചനത്തിന് കീഴ്പ്പെട്ട ജീവിതം. 3 കാര്യം നാം മനസ്സിലാക്കി. 1, കറയും കളങ്കവും ഇല്ലാത്തവരായിരിക്കണം. 2, വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. 3, ഭക്തിയുള്ള ജീവിതമായിരിക്കണം. 4, 14-ാമത്തെ വാക്ക് ഇപ്രകാരം പറയുന്നു: കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ, ഇൻ പീസ്. ദൈവത്തോട് സമാധാനം, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരാണല്ലോ ദൈവമക്കൾ. എന്നാൽ ആ വാചകം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദൈവത്തോട് അനുനിമിഷം സമാധാനം. ഒരിക്കൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ നിരപ്പ് പ്രാപിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് സമാധാനമുള്ളവർ എന്ന് പറഞ്ഞാൽ, തമ്പുരാൻ കൽപ്പിച്ചത് ഒന്നും പാലിക്കാൻ, എന്തെങ്കിലും പാലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതകരമല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ നോട്ട് വാക്കിംഗ് ഇൻ ഒബീഡിയൻസ് ടു ദ ലോഡ് നൗ, ദൈവത്തോട് നിരപ്പിലല്ല. രക്ഷയുടെ അനുഭവത്തിൽ ഒരിക്കൽ വന്നതുകൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ തമ്പുരാൻ തന്നിരിക്കുന്ന പ്രമാണം ഇന്ന് അനുസരിക്കാതെ, കീഴ്പ്പെടാതെ, മറുതലിച്ച് പ്രമാണത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരനുഭവം ഞാനതൊന്ന് വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് അറിയാം അങ്ങനെയാണ് എന്ന്, എങ്കിൽ തന്നെ അതിന് വിരുദ്ധമായി ജീവിക്കുന്നു, കീഴ്പ്പെടുന്നില്ല. When you are disobedient to God, you are not at peace with Him now. ഇപ്പോൾ ചേർന്ന് പോകുന്നില്ല. സമാധാനത്തോടെ കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 2, ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും, ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഞാൻ പലപ്പോഴും ഓർക്കും, കർത്താവ് ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പോയി ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ടോ? ചെറിയ കാര്യമാണോ അത്? കയ്പും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഒരു ദിവസം വെളിപ്പെടേണ്ടി വരുമോ? ഏറ്റുപറയാത്ത പാപവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമോ? പറഞ്ഞു തീർക്കാത്ത കാര്യവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമോ? ക്ഷമിക്കാത്ത അനുഭവമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമോ? മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ജീസസ് ഈസ് കമ്മിങ് അഗെയിൻ. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരായി ജീവിക്കണം, വളരുന്ന വിശ്വാസിയായിരിക്കണം. 2, പ്രത്യാശയുള്ളവർ, എത്ര ഇരുട്ടിൻ്റെ അനുഭവത്തിലും പ്രത്യാശയുള്ളവരായിരിക്കണം. 3, കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കണ്ണുയർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രതീക്ഷയോടെ ജീവിക്കുന്നവരായിരിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത വരുന്നു. അബ്രഹാമിനെക്കുറിച്ച് വാറൻ വിസ്ബി പറഞ്ഞ ഒരു പ്രസംഗം, അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, എ മാൻ ഹൂ ഓൾവേസ് ലുക്ക്ഡ് അപ്പ്, ഉയരത്തിലേക്ക് കണ്ണ് നട്ടിരുന്നവനെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. സോദോമിൻ്റെ ധനത്തിൽ വീണു പോകാഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പരീക്ഷകളുടെ നടുവിൽ വീണു പോകാഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? യോസേപ്പ് പരീക്ഷയുടെ നടുവിൽ വീണു പോകാതിരുന്നതിൻ്റെ കാര്യം എന്നറിയും. എൻ്റെ ദൈവത്തോട്, ദാറ്റ്സ് വെയർ ഐ ആം ലുക്കിംഗ്. ദൈവം ആഗ്രഹിക്കുന്നു
ശക്തിയോടെ ജീവിപ്പാൻ, ഫലകരമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏത് സമയം കർത്താവ് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൊറോണയുടെ കാലത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഠിച്ചൊരു കാര്യമുണ്ട്: എപ്പോൾ നമ്മുടെ ജീവൻ അവസാനിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, റെഡി ടു മീറ്റ് ദ ലോഡ്. കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി, പ്രൈസ് ദ ലോർഡ്, ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കണം. ദൈവം നമ്മെ സഹായിക്കണം. 4 കാര്യങ്ങൾ പറഞ്ഞത് പെട്ടെന്നൊന്നുകൂടെ ഓർപ്പിക്കട്ടെ. വളരണം. 2, പ്രത്യാശയോടെ ജീവിക്കണം. 3, ജീവിതത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. 4, അവനെ എതിരേൽപ്പാൻ കറ ചുളുക്കം ഇല്ലാതെ വിശുദ്ധിയോടെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും തലകളെ വണക്കിക്കാട്ടെ. കർത്താവേ, തിരുവചനത്തിനായി സ്തോത്രമെന്ന് ദൈവത്തോട് പറയാം. പീഡനങ്ങളുടെ നടുവിലും സംശയങ്ങൾ ഉദിപ്പിക്കുന്ന ആളുകളുടെ നടുവിലും പ്രത്യാശയോടെ ജീവിപ്പാൻ എൻ്റെ കർത്താവ് വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയമോ നാളെയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ആയുസ്സിൻ്റെ കണക്ക് ഒരു ദിവസം ചോദിച്ചാൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ റെഡി ടു മീറ്റ് ഹിം. ആർ വി? ഒരുക്കമുള്ളവരാണോ? കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കറ ചുളുക്കം എല്ലാം മാറ്റുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കുന്നൊരു കർത്താവുണ്ടല്ലോ. ഭക്തിയോടെ ജീവിപ്പാൻ സഹായിക്കുന്നൊരു ദൈവമുണ്ടല്ലോ. സമാധാനത്തോടെ ജീവിപ്പാൻ ചില കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി അനുഭവിച്ചുകൊണ്ട് പോകണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കപ്പെടണം. മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. രഹസ്യ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ അവൻ നമ്മെ കാണുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് വെടിപ്പുള്ളവരായി, ഒരുക്കമുള്ളവരായി. Lord, I eagerly wait for you. Even so, Lord Jesus, come soon. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.